നമസ്കാരം. ഞാൻ ഇന്നിപ്പോൾ പറയാൻ പോണ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു 3-4 ദിവസമായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ വിവാദമായിട്ടുള്ള ഒരു കാര്യമാണ്, ചർച്ചയായിട്ടുള്ളൊരു കാര്യമാണ് പാലക്കാട് BJP മാർച്ച്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, BJP മാർച്ചിന് പോയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാര്യം എന്താണെന്നൊന്നും BJP പ്രവർത്തകർക്ക് കാര്യമായിട്ട് അറിയില്ല. എന്തിനാണ് മാർച്ച് നടത്തുന്നതോ എന്താണ് അതിൻ്റെ ഉദ്ദേശമെന്നൊന്നും ഇല്ല. പക്ഷെ ഒരു കാര്യം, ആ BJP മാർച്ച് നടത്തിയതിൻ്റെ ഉള്ളിൽ എല്ലാവരും മാർച്ച് നല്ല പ്രതിരോധിക്കുന്നുണ്ട്. പക്ഷേ ഇവൻ ഒരുത്തൻ അതിൻ്റെ ഇടയിൽ കയറിയിട്ട് വനിതാ പോലീസിനെ കയറി പിടിക്കുന്ന ഒരു രംഗമുണ്ട്. എന്നിട്ട് ഇവൻ പുറത്ത് ബാക്കിൽ നിന്നിട്ട് ജാക്കി നല്ലോണം കൊടുക്കുകയാണ്. പക്ഷെ അത് പോലീസുകാർക്ക് മനസ്സിലായി. ആ വനിതാ പോലീസ് അവൻ്റെ മുഖത്ത് അടിച്ചോ ഇല്ലെന്ന് എനിക്കറിയില്ല. ആ കൈ പിടിച്ചോ തിരിച്ച് മാറ്റുന്നതായിട്ട് ഞാൻ കണ്ടു. അപ്പോൾ അത് പറയാതിരിക്കാൻ പറ്റില്ല. ഒരുപാട് സോഷ്യൽ മീഡിയകളിലൊക്കെ ഒരു കാര്യമുണ്ട്, ഇവനെ ഭയങ്കര ധൈര്യം തന്നെയാണ്, സമ്മതിച്ചു കൊടുക്കണം. കാരണം എന്താ വെച്ചാൽ, ധൈര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്നുമില്ല, ആരും കാണുമില്ല. പോലീസുകാർ ഇപ്പോൾ തിരക്കിൻ്റെ ഉള്ളിലൊന്നും ഇത് ശ്രദ്ധിക്കുമല്ലോ, ഒന്ന് ജാക്കി വെച്ച് കൊടുക്കാമല്ലോ. അപ്പോൾ ഇവൻ്റെ കടിയും തൂക്കെടുക്ക് മാറുകയും ചെയ്തു. മറ്റേ ഞരമ്പ് വെള്ളം പൊട്ടിക്കഴിഞ്ഞാൽ ആ കടിയും തൂക്കെടുക്കുക മാറുമല്ലോ. അതാണ് ഇവൻ ഉദ്ദേശിച്ചത്. ഇവരൊക്കെ അമ്മയും പെങ്ങളൊക്കെ ഉണ്ട്, നാറി ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? അതൊരു പോലീസ് ഓഫീസറാണെന്നുള്ളൊരു വിചാരമാണ്. മനസ്സിലായോ? നിൻ്റെയൊക്കെ ധൈര്യം ഭയങ്കരമാണ്. ധൈര്യമല്ല, നിനക്കൊക്കെ ചവിട്ട് കൊള്ളാത്ത കുഴപ്പമാണ്. നിന്നെ ആ പോലീസുകാർ പിടിച്ച് ആ സ്റ്റേഷൻ്റെ ഉള്ളിൽ കിട്ടിയിട്ട് 4 ചവിട്ട് ചവിട്ടണം, എന്തായാലും നിനക്കൊക്കെ ഇത് മനസ്സിലാവുള്ളൂ. ഇതൊന്നും പറയിപ്പിക്കാണ്ടെന്ന് വെക്കുമ്പോഴത്തേന് പിന്നെ പറയിപ്പിച്ച് കഴിഞ്ഞാൽ എന്താ ചെയ്യുക? എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ ഞാനായിട്ട് ഇനി പറയാതെ ഇരിക്കുന്നില്ല. എല്ലാ യൂട്യൂബ് ചാനലിലും ഉണ്ട്, എല്ലാ മീഡിയകളിലും ഉണ്ട്. ആരും അറിയില്ലെന്ന് ചെയ്ത കാര്യങ്ങൾ എല്ലാവരും അറിഞ്ഞു. അതൊക്കെ തന്നെയാണ് വരാൻ പോണ കാര്യങ്ങൾ. BJP മാർച്ച് എന്തിനാണ് നടത്തിയത്? ഗണേഷ് കുമാർ ഒരുത്തിനെ വിളിച്ചിട്ട് കുറച്ച് കുടഞ്ഞ് നല്ല എടുത്ത് കുടയുന്ന കുറച്ച് വർത്താനം അങ്ങോട്ട് പറയുന്നതിന്. അപ്പോൾ ഇവൻ്റെ ഉദ്ദേശം എന്താ വെച്ചാൽ, പാലക്കാട് കമ്പർട്ട് സ്റ്റേഷൻ തുറക്കുന്നില്ല, ഇവിടെ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത്. പിന്നെ പോലീസ് എയ്ഡ് പോസ്റ്റ് ഇല്ല. ഇതൊക്കെയാണ് മെയിനായിട്ട് കാരണങ്ങൾ. എന്നിട്ടും പെപ്പ അടിക്കുകയാണ്. ആദ്യം ഗണേശേട്ടൻ പറഞ്ഞ് ചോദിച്ചതിനൊന്നും സമാധാനമൊന്നും പറഞ്ഞില്ല, ലാസ്റ്റ് പറയുന്നുണ്ട്. അപ്പോൾ ഗണേശേട്ടൻ തിരിച്ചൊരു മറുപടി പറയുന്നുണ്ട്, നിങ്ങൾ ആരെങ്കിലും എനിക്ക് ഇതിൻ്റെ പേരിൽ ഒരു നിവേദനം തന്നോ? ഇല്ലല്ലോ. പിന്നെ ആ വർത്തമാനം പറഞ്ഞിട്ട് എന്താ കാര്യം? നിങ്ങളുടെ ഈ നഗരസഭയിൽ, അല്ല നിങ്ങൾ എവിടെയാണ് ആ ലൊക്കേഷനിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നിങ്ങളൊരു നിവേദനം, ഇന്ന കംപ്ലൈൻറ്റുകൾ ഉണ്ടോ എന്നുള്ള ഒരു നിവേദനം നിങ്ങൾ തരണം. അത് നിങ്ങൾ ചെയ്തിട്ടില്ലല്ലോ. പിന്നെ നിങ്ങൾ കൊണാരോടിച്ചിട്ട് വർത്തമാനം പറഞ്ഞൊരു കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം അത് പാലിക്കണം. എന്നിട്ട് ഞാനത് ചെയ്യാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾ വിമർശിക്കാം എന്നാണ് ഗണേശേട്ടൻ പറയുന്നത്. ഗണേശേട്ടൻ പറഞ്ഞതിൽ കാര്യമൊക്കെ ഉണ്ട്. അതിന് ശേഷമാണ് ഈ വിവരങ്ങളൊക്കെ ഗണേശേട്ടൻ അറിഞ്ഞത് തന്നെ, ഇങ്ങനെ പോലീസുകാർ ജാക്കി വെക്കാൻ പോയ വിവരമൊക്കെ. നിനക്കൊക്കെ ഇതൊക്കെ ഒതുക്കാൻ പറ്റില്ലെങ്കിൽ ഇതൊക്കെ അരിഞ്ഞ് കളഞ്ഞിട്ട് നടക്കേണ്ടി വരും കേട്ടോ. നേരെ നാട്ടുകാരടിയും അരിയുടെ പോലീസ് സ്റ്റേഷനിൽ കയറി നിന്നെ ഇടിച്ച് പിടിഞ്ഞിട്ട് നിൻ്റെ ഇത് സാധനം പൊന്താത്ത രീതിയിലാക്കും. മനസ്സിലായോ? BJP പ്രവർത്തനം അത്ര. അതിൻ്റെ ഇടയിൽ ഏതൊരു ന്യൂസ് ചാനലിൽ പറയുന്നുണ്ട്, ഇവനെ ആരും അറിയത്തില്ല, ഇവനെ സമരത്തിൽ പങ്കെടുക്കാൻ വന്ന ആളല്ലെന്നാണ് പറയുന്നത്. എന്താണ് അതിൻ്റെ സത്യാവസ്ഥ നമുക്കറിയില്ല. പക്ഷേ എന്തായാലും ചാനലുകളിലേക്ക് ഇപ്പോൾ നല്ല ഒരു റീച്ച് കിട്ടുന്നൊരു സംഗതിയാണ് ഇപ്പോൾ ഈ BJP മാർച്ച്. അതായത് പെണ്ണുങ്ങളെ കയറി പിടിക്കാനുള്ള ലൈസൻസ് ഒന്നും ആരും തന്നില്ല. പോലീസുകാരിയാണെന്നുള്ള വിചാരം പോലും ഇല്ലാതാണ് അവനാ പണി ചെയ്തത്. അപ്പോൾ സാധാരണ ഒരു പെണ്ണിൻ്റെ അവസ്ഥ എന്ത് ചെയ്യും? ഇവരൊക്കെ ഒരു പെണ്ണിനെ ഇവൻ്റെ മുന്നിൽ പെട്ടു കഴിഞ്ഞാൽ ആ പെണ്ണ് അതോടുകൂടി അതിൻ്റെ കാര്യം അധോഗതിയാണ്. ഇതുപോലുള്ള കാര്യങ്ങളല്ല ഇവൻ ചെയ്യാൻ പോകുന്നത്. അതായത് ഇവരോട് കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനത്തെ ഞരമ്പന്മാരുണ്ട്, ഇതൊക്കെ ഒതുക്കാൻ പറ്റുന്ന, ഇത് പോലീസിനെ മുൻകൈയിട്ട് ഇറങ്ങിയിട്ട് ഇത് ചെയ്യേണ്ടി വരും. അപ്പോൾ ചിലർ പറയുന്നുണ്ട് അവിടെ വനിതാ പോലീസിൻ്റെ ആവശ്യമില്ല, പുരുഷ പോലീസ്, ആണുങ്ങൾ പോലീസുകാരുണ്ടല്ലോ. ഇങ്ങനെ അത് ഈ ഞരമ്പിന് സപ്പോർട്ട് പറയുന്ന ആൾക്കാർ അങ്ങനെ പറയുന്നു. ചിലർ പറയും അവരറിയാതെ പിടിച്ചാവും, ചിലപ്പം അറിയാതെ കൈ തട്ടിയതാവും. അറിയാതെ ആയാലും അറിഞ്ഞുകൊണ്ടായാലും ചെയ്ത് തെറ്റ് തന്നെയാണ്. അത് ന്യായീകരിക്കാൻ പറ്റില്ല നമുക്ക്. അത് മോശത്തരം തന്നെയാണ്, വളരെ ഉളുപ്പ് കേട്ട പരിപാടിയാണ്.
വനിതാ പോലീസിന് അവിടെ വരേണ്ട കാര്യം എന്താണെന്ന് നമുക്ക് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തേണ്ട കാര്യം പോലീസുകാർക്കില്ല. അവരവരുടെ ഡ്യൂട്ടി ചെയ്യുകയാണ്. പക്ഷേ ഒരു വനിതനെ, ഒരു പെണ്ണിനെ ഇപ്പം എന്തെങ്കിലും കേസിൽപ്പെട്ട് ഒരു പെണ്ണിനെ അറസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിപ്പം പോലീസുകാർ വന്ന കാര്യമില്ല. ചിലപ്പോൾ ലേഡീസ്, പെണ്ണുങ്ങൾ പോലീസുകാർ തന്നെ വനിതാ പോലീസ് ഒപ്പം വേണ്ടി വരും. അത് നമുക്കറിയുന്ന കാര്യമാണ്. പക്ഷേ ഇതിനിപ്പോൾ അങ്ങനെ നോക്കണമെന്നില്ല. മാർച്ച് നടത്തുമ്പോൾ എല്ലാവരും ഒരേ വരിക്ക് ഒരുപോലെ നിൽക്കണം. അപ്പോൾ എല്ലാവരും ഒരുപോലെ നിന്നതിന് കഴിഞ്ഞാൽ എല്ലാവരും തുരത്തി ഓടിക്കാൻ പറ്റുള്ളൂ. അത് ഇനിയെങ്കിലും മനസ്സിലാക്കാം. ഓക്കെ, ഇത്രേ പറയാനുള്ളൂ. നിർത്തുവാണ്. ഓക്കെ.